സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് കടത്തുകാർ മരണത്തിന്റെ വ്യാപാരികൾ. ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ സിറ്റി. മയക്കുമരുന്ന് കടത്തുകാർ മരണത്തിന്റെ വ്യാപാരികളാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഇന്നലെ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ലോക ദിനത്തിൽ വത്തിക്കാനിൽ പ്രതിവാര കൂടിക്കാഴ്ചയ്ക്കിടെ സംസാരിക്കുകയായിരുന്നു പാപ്പ. മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തെ നശിപ്പിക്കുന്നു, ആദരണീയ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു, ജീവിക്കാനും മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനായി സംഭാവന നൽകാനുമുള്ള ആഗ്രഹത്തെ നശിപ്പിക്കുന്നു. മയക്കുമരുന്നുകളുടെ ഉൽപാദനത്തിന്റെയും അനധികൃത കടത്തലിന്റേതുമായ ഉതപ്പിന് മുന്നിൽ നമുക്ക് നിസ്സംഗത പാലിക്കാൻ കഴിയില്ല എന്ന് പാപ്പ പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം അത് നിലവിലുള്ള ഓരോ സമൂഹത്തെയും ക്ഷയിപ്പിക്കുന്നു. ഇത് മാനവശക്തിയും ധാർമ്മികതയും കുറയ്ക്കുന്നു, ആദരണീയ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നു, ജീവിക്കാനും മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനായി സംഭാവന നൽകാനുമുള്ള ആഗ്രഹത്തെ നശിപ്പിക്കുന്നു. ഇതാണ് മയക്കുമരുന്ന് ദുരുപയോഗം. അതേസമയം നാം ഓർക്കണം, മയക്കുമരുന്നിന് അടിമയായ ഓരോ വ്യക്തിയും വ്യത്യസ്തമായ ഒരു വ്യക്തിഗത ചരിത്രം പേറുന്നു. അത് ശ്രവിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും കഴിയുന്നിടത്തോളം അതിനെ സൗഖ്യമാക്കുകയും ശുദ്ധീകരിക്കുകയും വേണം. മയക്കുമരുന്ന് വ്യാപാരികളുടെയും കടത്തുകാരുടെയും ദുരുദ്ദേശങ്ങളും ദുഷ്ചെയ്തികളും നമുക്ക് അവഗണിക്കാനാവില്ല. അവർ ഘാതകരാണ്. മയക്കുമരുന്നിന് അടിമകളായവരെ അതിൽ നിന്ന് വിമുക്തരാക്കുന്നതിനുള്ള ഒരു ചികിത്സാ കേന്ദ്രം സന്ദർശിച്ച വേളയിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ അനുസ്മരിച്ചു. അന്ന് പാപ്പ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ മയക്കുമരുന്ന് കടത്തുകാരോട് പറയുന്നു, നിങ്ങൾ സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലുമുള്ള യുവജനങ്ങളും മുതിർന്നവരുമുൾപ്പെടെ ജനസഞ്ചയത്തോട് ചെയ്യുന്ന ദ്രോഹത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ചെയ്തവയെക്കുറിച്ചുള്ള കണക്ക് ദൈവം ചോദിക്കും. മാനവാന്തസ് ഇങ്ങനെ ചവിട്ടിമെതിക്കപ്പെടാൻ പാടില്ല. ചില രാജ്യങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇതിനകം നടപ്പിലാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള പോലെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉദാരമാക്കുന്നതിലൂടെ മയക്കുമരുന്നിലേക്കുള്ള ചായ്വ് കുറയ്ക്കാൻ കഴിയില്ല. ഇതൊരു വ്യാമോഹമാണ്. ഉദാരമാക്കപ്പെടുമ്പോൾ ഒരുവൻ അത് കൂടുതൽ ഉപയോഗിക്കുന്നു. മയക്കുമരുന്നിന്റെ അടിമകളായവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും നിരവധി ദുരന്ത കഥകൾ അറിയാവുന്നതിനാൽ അപകടകരമായ ഈ വസ്തുക്കളുടെ ഉൽപാദനവും കടത്തും അവസാനിപ്പിക്കേണ്ടത് ധാർമ്മികമായ ഒരു കടമയാണെന്ന് ബോധ്യം എനിക്കുണ്ട്. എന്ത് വില കൊടുത്തും അധികാരത്തിന്റെയും പണത്തിന്റെയും യുക്തിയാൽ നയിക്കപ്പെടുന്ന എത്രയെത്ര മരണക്കടത്തുകാരുണ്ട്. മയക്കുമരുന്ന് കടത്തുകാർ മരണത്തിന്റെ കടത്തുകാരാണ്. അക്രമം ഉണ്ടാക്കുകയും കഷ്ടപ്പാടും മരണവും വിതയ്ക്കുകയും ചെയ്യുന്ന ഈ മഹാമാരിക്കെതിരെ നമ്മുടെ ആകമാന സമൂഹത്തിന്റെ ധീരമായ ഒരു പ്രവൃത്തി ആവശ്യമാണ്. മയക്കുമരുന്ന് ഉൽപാദനവും കടത്തും നമ്മുടെ പൊതുഭവനത്തിന്മേലും വിനാശകരമായ ആഘാതം ഏൽപ്പിക്കുന്നു. മയക്കുമരുന്ന് ദുരുപയോഗവും കടത്തും ചെറുക്കുന്നതിനുള്ള മറ്റൊരു മുൻഗണനാപരമായ മാർഗം പ്രതിരോധമാണ്. ഇത് ചെയ്യേണ്ടത് കൂടുതൽ നീതി പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ തുണയ്ക്കുകയും അനുഗമിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകുകയും ചെയ്തുകൊണ്ടാണ്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.